ഇത് ഞൊട്ടാഞ്ഞൊടിയൻ. എന്നാൽ ഇത് ഗോൾഡൻ ബെറി അല്ല. മഴക്കാലത്ത് തനിയെ മുളച്ചു വന്ന് മഴക്കാലം കഴിയുമ്പോൾ സ്വയം ഉണങ്ങിപ്പോകുന്ന ഈ ചെടിയുടെ കായ്കൾ കുട്ടിക്കാലത്ത് നെറ്റിയിൽ പൊട്ടിച്ച് കളിച്ച ഓർമ്മകൾ പലർക്കും ഉണ്ടാകും. എന്നാൽ ഈ ചെടിയുടെ യഥാർത്ഥ സത്യം എന്താണെന്നറിയാമോ? ഇത് യഥാർത്ഥത്തിൽ കട്ട് ലീഫ് ഗ്രൗണ്ട് ചെറി എന്നറിയപ്പെടുന്ന ഫൈസാലിസ് ആംഗുലേറ്റ ആണ്. നമ്മുടെ നാട്ടിൽ ഞൊട്ടാഞ്ഞൊടിയൻ, ഞൊട്ടയ്ക്ക, മുട്ടാമ്പിളി, ഞൊടിഞ്ഞൊട്ട എന്നിങ്ങനെ പ്രാദേശികമായി പല പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഗോൾഡൻ ബെറിയുടെ ശാസ്ത്രീയ നാമം ഫൈസാലിസ് പെറുവിയാന. ഗോൾഡൻ ബെറിയുമായി കാഴ്ചയിൽ സാമ്യമുണ്ടെങ്കിലും ഇലകൾക്കും പൂക്കൾക്കും തണ്ടുകൾക്കും കായ്കൾക്കുമെല്ലാം ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകത ഇതിന്റെ തണ്ടാണ്. സാധാരണ കാണുന്ന ഉരുണ്ട തണ്ടുകൾക്ക് പകരം ചതുരാകൃതിയിലുള്ള തണ്ടുകളാണ് ഫൈസാലിസ് ആംഗുലേറ്റയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് ഇനി മുതൽ ഈ ചെടി കാണുമ്പോൾ ഇതിന്റെ തണ്ടുകൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ബലൂൺ പോലെ വീർത്ത് കടലാസ് പോലെയുള്ള ഒരു ആവരണത്തിനുള്ളിലാണ് ഈ ചെറിയ കായ്കൾ വളരുന്നത്. പഴുക്കുമ്പോൾ കായ്കൾ പച്ച കലർന്ന മഞ്ഞ നിറത്തിലേക്ക് മാറും. അതേസമയം ഗോൾഡൻ ബെറി എന്നറിയപ്പെടുന്ന ഫൈസാലിസ് പെറുവിയാനയുടെ പഴുത്ത കായ്കൾക്ക് സാധാരണയായി മഞ്ഞ മുതൽ ഓറഞ്ച് നിറമായിരിക്കും. ഇലയിടക്കുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഇളം ക്രീം നിറത്തിലുള്ള ചെറിയ പൂക്കളാണ് ഇതിനുള്ളത്. പൂക്കളുടെ നടുവിലായി മങ്ങിയ ഇരുണ്ട അടയാളവും കാണാം. ചെറുപ്പത്തിൽ ഈ കായ്കൾ പറിച്ചു തിന്നാത്തവർ നമ്മളിൽ കുറവായിരിക്കും അല്ലേ? അന്നും ഇന്നും നന്നായി പഴുത്ത ഈ കുഞ്ഞു കായ്കൾ നമ്മൾ കഴിക്കാറുണ്ട്. പൂർണ്ണമായി പഴുത്ത കായ്കൾ ഭക്ഷ്യയോഗ്യമാണ്. എങ്കിലും പച്ചക്കായ്കൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ പച്ചക്കായ്കളിലും ഇലകളിലും സ്വാഭാവികമായി കാണപ്പെടുന്ന ചില ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പഴുക്കാത്ത കായ്കൾ ഒഴിവാക്കി നന്നായി പഴുത്തവ മാത്രം കഴിക്കുന്നതാണ് സുരക്ഷിതം. നാട്ടുവൈദ്യത്തിലും പരമ്പരാഗത അറിവുകളിലും ഇതിന്റെ ഇലകൾക്കും കായ്കൾക്കും ഔഷധ പ്രാധാന്യമുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും നീർക്കെട്ടും വീക്കവും കുറയ്ക്കാനും കഫക്കെട്ട് പോലെയുള്ള അസ്വസ്ഥതകൾ മാറാനും ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെയാണ് ഇത് ഉപയോഗിച്ചു വന്നിരുന്നത്. കാഴ്ചയിൽ സാമ്യമുള്ളതുകൊണ്ട് മാത്രം രണ്ടു ചെടികൾ ഒന്നാണെന്ന് കരുതുന്നത് വലിയ തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കാം. അതുകൊണ്ട് കേട്ടുകേൾവികൾ മാത്രം വിശ്വസിക്കാതെ ഓരോ ചെടിയുടെയും സവിശേഷതകൾ മനസ്സിലാക്കി തിരിച്ചറിയുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.